ഹേ ഗൈസ്, ഞാൻ പിന്നെയും വന്നു. വേൾഡ് കപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ള ദ ഫുട്ബോൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഫ്രീ സെലക്ഷൻ കോൺട്രാക്ട് ഹൈലൈറ്റ് പാക്കിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എങ്ങനെയാ നേരെ വീഡിയോയിലേക്ക് പോകല്ലേ? സ്പെയിൻ, അർജന്റീന ഈ രണ്ട് രാജ്യത്തിന് 5 പ്ലേയേഴ്സ് വെച്ച് ടോട്ടൽ 10 പ്ലേയേഴ്സ് ആണ് ഈ ഒരു പാക്കിൽ വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ആകെ 5 പ്ലേയേഴ്സിനെ മാത്രമേ ഈ ഒരു പാക്കിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആരൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം തീരുമാനിക്കുക. സോ നമുക്ക് ആദ്യം തന്നെ പ്ലേയേഴ്സിനെ പൊസിഷൻ വെച്ചിട്ട് സോർട്ട് ചെയ്യാം. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് താഴെ നിന്ന് ഗോൾ കീപ്പർ തന്നെ തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഡേവിഡ് റയ, ഒരു അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. 183 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം സ്റ്റാറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജമ്പ് കുറച്ച് കുറവാന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ ഒരു ഹൈലൈറ്റ് കാർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റാറ്റ്സ് തന്നെയാണ്. പിന്നെ 2 സ്കിൽസും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സ്റ്റാൻഡേർഡ് ഫോം ആണ്, അതാണ് വേറൊരു ഇഷ്യൂ. എന്നാലും നിങ്ങൾക്ക് ടൂർ ഇവൻസിലും ഓൺലൈൻ മാച്ചിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് ഡേവിഡ് റയാൻ്റെ ഈ ഒരു കാർഡ്. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു കാർഡിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് സെനസി, ഒരു 185 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡപ്പ് കാർഡാണ്. ആക്ച്വലി ഈ ഒരു കാർഡിന്റെ മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ മാർക്കിംഗ് സ്കില്ല് ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടില്ല. അതെന്താ കൊടുക്കാത്തതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ആ ഒരു സ്കില്ലിന്റെ കുറവ് എനിക്ക് ഇൻ ഗെയിം പെർഫോമൻസിൽ തോന്നിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത്യാവശ്യം കൊണ്ട് സ്റ്റാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഫോം ആണ്, അതായത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ് സെനസിന്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഡബിൾ ടച്ച് ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു സെൻറ്റർ ബാക്കിനെ കളിപ്പിച്ച് നോക്കാനും നിങ്ങൾക്ക് ഈ ഒരു കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ലപ്പോട്ടയും ഈ പറയുന്ന പോലെ ഒരു ബിൽഡപ്പ് കാർഡാണ്. 189-190 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു സെൻറ്റർ ബാക്കാണ്. അത്ര അഗ്രസീവ് അല്ല, മാത്രമല്ല അത്ര സ്പീഡുള്ള ഒരു സെൻറ്റർ ബാക്കല്ല. ഓടിപ്പിടിക്കാനൊക്കെ കുറച്ച് പണിയാണ്. പിന്നെ മുമ്പ് യൂറോ കപ്പ് പഠിച്ച സമയത്ത് കിട്ടിയ ഒരു ഹൈലൈറ്റ് കാർഡ് വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്കൊരു സോളിഡ് ആയിട്ട് അത്യാവശ്യം പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഡിഫൻഡർ തന്നെയാണ് ലപ്പോർട്ടിൻ്റെ ഈ കാർഡ്. പക്ഷെ ഞാൻ അത്രത്തോളം റെക്കമെൻഡ് ചെയ്യാൻ നിൽക്കില്ല. അടുത്തത് മൊളീന, ഒരു അറ്റാക്ക് ഫുൾ ബാക്ക് കാർഡാണ് വന്നിട്ടുള്ളത്. പക്ഷേ അറ്റാക്കിനെ കൂടുതൽ ഡിഫെൻസീവ് സപ്പോർട്ടാണ് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തത്. വലിയ ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് ഒന്നും കൊടുത്തില്ല, എല്ലാം 80 താഴേക്കാണ്. പിന്നെ ട്രെയിൻ ചെയ്തിട്ടൊക്കെ കൂട്ടേണ്ടി വരും. സ്കിൽസും അതിനനുസരിച്ച് കുറവാണ്. പക്ഷേങ്കിൽ ഒരു എബോവ് ആവറേജ് പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ബോൾ വിന്നിങ്ങും ക്രോസിങ് പെർഫെക്റ്റ് ഒന്നല്ല, എന്നാലും വേണ്ട വിധത്തിൽ ക്രോസിങ്ങും പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. സോ ഇത് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പറയാൻ ഉദ്ദേശിച്ചൊരു കാർഡ് കൂടിയാണ്. സോ ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ലിയാൻഡ്രോ പെരേസ്. ആക്ച്വലി ഇതൊരു ആങ്കർമാൻ കാർഡാണ്. പുള്ളിയുടെ നേരത്തെ ഒരു ആങ്കർമാൻ കാർഡ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് ഞാൻ ഇപ്പോഴും ഈ ഇറ്റാലിയൻ ലീഗിൻ്റെ കോയിൻ ഇവൻസിലൊക്കെ കളിപ്പിക്കാറുണ്ട്. ഡീസൻറ്റ് അല്ലെങ്കിൽ അബൌ ഡീസൻറ്റ് പെർഫോമൻസ് വരുന്നൊരു കാർഡ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കാർഡും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം സ്കിൽസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇൻബിൽട്ട് വരുന്ന സ്റ്റാറ്റ്സ് ഒക്കെ ഓക്കെയാണ്. നിങ്ങൾ കുറച്ചൊന്നും ഡിഫെൻസീവായിട്ടും അതുപോലെ തന്നെ പാസിങ്ങും ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അടുത്തതും ഒരു ആങ്കർമാൻ കാർഡാണ്. മാക്സിമം പെറോൺ, വെറും 22 വയസ്സ് മാത്രമുള്ള ഒരു യങ് പ്ലെയർ ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റാറ്റ്സ് മാത്രമേ നിങ്ങൾ ഈ കാർഡിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. എല്ലാം 80 സംതിങ് ഒക്കെയാണ് ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് ഒക്കെ വരുന്നത്. അത്യാവശ്യം സ്കിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡിഫെൻസീവ് ആയിട്ടുള്ള സ്കില്ല് നിങ്ങൾ കൊടുക്കണം. മാൻമാർക്ക്, ഇൻ്റർസെപ്ഷൻ, ബ്ലോക്കറൊക്കെ. പിന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏരിയലി ആളത്ര ഡോമിനൻ്റ് അല്ല. ഫിസിക്കലും പെട്ടെന്ന് ബീറ്റൺ ആയി പോകുന്നുണ്ട്. പക്ഷേങ്കിൽ ഡീപ് ലൈൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫെൻസീവായിട്ട് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ജൂലിയാനോ സിമിയോണെ. ഈ ഒരു പാക്കിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാർഡായിരുന്നു സിമിയോണിൻ്റെ ഈ ഒരു റോമിംഗ് ഫ്ലാങ്ക് കാർഡ്. ഏകദേശം 100 ഓവറോൾ വരെ പോകുന്ന ഈ ഒരു കാർഡ് പക്ഷേ എനിക്ക് അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഒന്നാമത് ബേസിക് ആയിട്ടുള്ള ഡ്രിബ്ലിംഗ് സ്കിൽസിൻ്റെ ഒക്കെ കുറവാണ്. ഡബിൾ ടച്ച് ഇല്ല, മൾസി ടേണില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇൻബിൽട്ടായിട്ട്. മാത്രമല്ല ഈ ഒരു കാർഡിനൊക്കെ സ്കിൽസൊക്കെ അഡീഷണൽ സ്കില്ല് കൊടുത്തിട്ട് കളിപ്പിക്കുക വെച്ചാൽ കുറച്ച് പാട് തന്നെയാണ്. പിന്നെ റേറ്റിംഗ് അനുസരിച്ചുള്ള കളിയൊക്കെ ഉണ്ട്. ഡ്രിബ്ലിംഗ് കൊള്ളാം, ഫിനിഷിങ്ങും അത്യാവശ്യം ചവിട്ടിക്കയറ്റിലൊക്കെ ഉണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് പാബ്ലോ ഫോർനെൽസ്, ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡാണ്. ഒരു ലെഫ്റ്റ് വിങ് ആയിട്ടും അതുപോലെ തന്നെ അറ്റാക്ക് മിഡ്ഫീൽഡും കളിപ്പിക്കാൻ പറ്റുന്ന വളരെ ഡീസൻറ്റ് കാർഡ്. വലിയ മാജിക് ഒന്നും ഈ ഒരു കാർഡൊന്നും പ്രതീക്ഷിക്കരുത്. ഓൺ ബോൾ അത്യാവശ്യം സ്മൂത്താണ്, സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. പിന്നെ കിക്കിംഗ് പവറിൻ്റെ ചെറിയൊരു കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ചവിട്ടി കയറ്റാൻ പറ്റുന്ന പല അവസരങ്ങളും എനിക്ക് ശരിക്കും വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ലോങ് റേഞ്ച് ഷൂട്ടിങ് സ്കില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്, ബട്ട് കൺവേർഷൻ റേറ്റ് കുറച്ച് കുറവാണ്. സോ നിങ്ങൾക്ക് പുതിയൊരു പ്ലെയർ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു കാർഡ് തീർച്ചയായും കൺസിഡർ ചെയ്യുക. അടുത്തത് ഈ ഒരു പാക്കിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫെർമിൻ ലോപ്പസിൻ്റെ ഹോൾ പ്ലെയർ കാർഡ്. മുമ്പ് നമുക്ക് ഡിവിഷൻ ഫേസിൻ്റെ റിവേർഡായിട്ട് തന്നിട്ടുള്ള ആ ഒരു ഡമ്മി റണ്ണർ കാർഡിനേക്കാളും
നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് ഹോൾഡ് പെയർ ആയിട്ടുള്ള ഈ ഒരു കാർഡ്. കാരണം അറ്റാക്കിങ് റൺസും പൊസിഷനിങ്ങും ഒക്കെ എൻറ്റയർലി ഡിഫറൻസ് ആണ്. പക്ഷേ ഡ്രിബ്ലിംഗ് സ്കിൽസിൻ്റെ കുറവുണ്ട്, പിന്നെ ഫോമും സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഈ ഒരു കാർഡിൻ്റെ കിക്കിംഗ് പവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഷൂട്ടിംഗ് സ്കിൽസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് ഫെർമിൻ ലോപ്പസിൻ്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഈ ഒരു പാക്കിലെ ഒരേ ഒരു സെൻറ്റർ ഫോർവേഡ് സാമു അഗേഹുവ. പ്രൊനൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. 193 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അത്യാവശ്യം സ്റ്റാറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏരിയയിലെ ആൾ പക്ക ഡോമിനൻ്റ് ആണ്. ഈ ക്രോസ് ബാങ്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ഹൈറ്റും പുള്ളിയുടെ ഒരു ഫിസിക്കൊക്കെ നല്ല രീതിക്ക് യൂസ് ആകുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഫോമാണ് ഇതും വരുന്നത്. പിന്നെ അത്യാവശ്യം വേണ്ട ഷൂട്ടിംഗ് സ്കിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, ഏരിയൽ സുപ്പീരിയോറിറ്റി, ഔട്ട്സൈഡ് കളർ, ഇതുപോലുള്ള സ്കിൽസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അങ്ങനെ ആരും മെനക്കെട്ടി ഒരു കാർഡ് കളിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവറോൾ ഈ ഒരു പാക്കിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പുറമേ നോക്കുമ്പോൾ അത്യാവശ്യം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണെങ്കിലും അകത്ത് കയറി പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സും സ്കിൽസൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. എന്നാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാർഡുകൾ ഈ ഒരു പാക്കിൽ തന്നെ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു പരദേശിൻ്റെ കാർഡ് ഒരു ആങ്കർമാൻ എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെനസിയും എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഡേവിഡ് റേയെ നിങ്ങൾക്ക് മെയിൻ ലെവലിൽ തന്നെ കളിപ്പിക്കാൻ പറ്റുന്ന സ്റ്റാറ്റ്സും ഒരു ഡീറ്റെയിലിംഗും ഉള്ളൊരു പ്ലെയർ തന്നെയാണ്. പിന്നെ ഓബ്വിയസ്ലി ഫെർമിൻ ലോപ്പസ്, അത് നിങ്ങൾക്ക് അഡീഷണൽ സ്കിൽസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു പാബ്ലോ ഫോർണൽസും വലിയ മോശമില്ലാത്ത ഒരു പെർഫോമൻസ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫിനിഷിങ്ങിൻ്റെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ ഒരു പാക്കിൽ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായ ഒരു കാർഡ് സിമിയോണിൻ്റെ ഈ ഒരു കാർഡാണ്. പക്ഷേ അതും എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിൽ എത്തിയില്ല. സോ ഓവറോൾ ഈ ഒരു പാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ആരാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പോകുന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരെയും എടുത്ത് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാർഡ്സിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.